नमस्कार. അപ്പോ ഇന്ന് നമ്മള് എന്താ കഴിഞ്ഞല്ലേ? ഇനി അതാണ് തൊപ്പിയൊക്കെ ഇട്ട് വന്നിരുന്നത് അല്ലേ? ഓ എനിക്ക് വയ്യ. അപ്പോ റിയാക്ട് ആണ് എന്റെ ഹാക്കിങ്. തന്നെ പോലത്തെ ആൾക്കാരാണ് ഹാക്കിങ്ങിന്റെ സൈബർ സെക്യൂരിറ്റിന്റെ ഒക്കെ കളയണത്. ഓക്കെ, ഇത് മറ്റേ ഈ സ്വിച്ച് ഇട്ടാൽ ബൾബല്ല, മൊബൈലിൽ സ്വിച്ച് ഇട്ടാല് ബൾബ് എത്രേനെ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതേപോലെയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ വന്നത് എന്തൊക്കെയാണ്? സ്റ്റേറ്റ് വേരിയബിൾ. റിയാക്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് സ്റ്റേറ്റ് വേരിയബിൾ. അപ്പം എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ? സംസ്ഥാനം എന്ന് പറയല്ലേ, കളച്ചി ചളി. നമുക്ക് എങ്കിലും സംസ്ഥാനം ഉപയോഗിച്ചാലോ? അപ്പൊ അതിന് പിന്നെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹുക്ക് ആണെന്നല്ലേ പറയണത്? അതെ, ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ പറയാൻ പറ്റും. നമുക്ക് ഒരു കുറെ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആ ഒറ്റ ഒരു വേരിയബിൾ കാരണം നടക്കുന്നുണ്ട്. ഇതൊരു മാനുവൽ വേരിയബിൾ ആ സാധനം പോസിബിൾ അല്ല. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ നമുക്ക് ആ ഒരു ഹുക്ക് എഴുതുന്ന വഴി നടത്താം. നമുക്ക് കസ്റ്റം ഹുക്സ് എഴുതാനും പറ്റും. അപ്പൊ ഇതുപോലെ ആ ഒരു നമ്മൾ, അതായത് ഹുക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് തരുന്ന കുറെ ഫംഗ്ഷനാലിറ്റീസ് ആണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ജാവയിലൊക്കെ ഓരോ ലോവർ കേസിലൊക്കെ ആക്കുന്ന ഒരു ഫംഗ്ഷൻസ് ഇല്ലേ, അപ്പൊ അതിനകത്ത് ബാക്കിനൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ സിമിലർ ടു ദാറ്റ്. അപ്പൊ അതൊക്കെ പോലെ. അപ്പോ ഞാൻ റിയാക്ട് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള സാധനമാണ് 6 സംഭവങ്ങളാണ് റിയാക്ടിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളതെന്ന് പറയും. അപ്പോൾ അതെന്തൊക്കെയാണ്? ഒന്ന് യൂസ് സ്റ്റേറ്റ്, യൂസ് എഫക്റ്റ്, യൂസ് റെഫ്, യൂസ് റെഡ്യൂസർ, യൂസ് മെമ്മോ, പിന്നെ യൂസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഈ ട്യൂട്ടോറിയൽ കവർ ചെയ്യുമോ? ബിഗിനേഴ്സിന് അതിന്റെ ആവശ്യമില്ല. അതാണ് നമ്മളിവിടെ നോക്കുന്ന വേറെ സാധനം. നമ്മൾ കുറച്ചുകൂടി ഒരു ബിഗിനേഴ്സിന് എന്ത് വേണോ അത്ര മാത്രമേ നമ്മളിവിടെ കവർ ചെയ്യുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. അപ്പോൾ ബാക്കി നമുക്ക് വേറെ ട്യൂട്ടോറിയൽസിൽ നോക്കാം. ഇവിടെ നമ്മളാക്കി 2 സാധനമല്ലേ അവരോട് ഈ പറഞ്ഞത്. മെയിൻ ആയിട്ട് 2 സംഭവം അല്ലേ വേണ്ടത്? അതായത് യൂസ് സ്റ്റേറ്റും യൂസ് എഫക്റ്റും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഉറപ്പല്ലേ? ഇനി അവസാനം വന്നിട്ട് മാറ്റിയാണ്ടല്ല. പിന്നെ വീഡിയോ എങ്ങനെ നമ്മൾ പുറത്തിറക്കും? കാണുന്നുണ്ടെങ്കിൽ അത് പറ്റും. ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവുന്നല്ലേ? ഓക്കെ, അപ്പൊ പറ സ്റ്റേറ്റ് വേരിയബിൾ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സാധനം. സ്റ്റേറ്റ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അത് യൂസ് സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്യണം. യൂസ് സ്റ്റേറ്റ് റിയാക്ട് എന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ റിയാക്ടിന്റെ ഡിഫോൾട്ട് യൂസ് എഫക്റ്റ് ആയിക്കോട്ടെ. ഇനി ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഇതെല്ലാം എഴുതുക അല്ലേ? സ്റ്റേറ്റ് നമുക്ക് കുറച്ചുകൂടി പാസ് ചെയ്യാം. അപ്പൊ പറയാം. അപ്പൊ നമ്മുടെ ഒറ്റ പേജില് നെയിം, യൂസ് സ്റ്റേറ്റ്, ഡിഫോൾട്ട് വാല്യൂ ആണ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നത്. ഡിഫോൾട്ട് അപ്പൊ എംപ്റ്റി ആക്കി വെച്ചോണ്ടാണ്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും കൊടുത്താൽ അത് ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരും. ഇതാണ് അപ്പോൾ ഒരു യൂസ് സ്റ്റേറ്റിന്റെ ഡിക്ലറേഷൻ. ഇതിനകത്ത് 2 സാധനം. എനിക്ക് സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യാനും ആ വേരിയബിൾ ഒരു ഭാഗത്തൊന്നും കാണിക്കണം. ഇതാണല്ലോ ബേസിക് സാധനം. നമ്മളിപ്പോൾ ഒരു വേരിയബിൾ എഴുതുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യും, റൈറ്റ് ചെയ്യും, റീഡ് ചെയ്യും. ഒരു ഇൻപുട്ട് ഇട്ടാലാ? ഇൻപുട്ട് ഇട്ടോ. അതിനകത്ത് ലേബൽ വെക്കണം. വേണ്ട, നമുക്ക് പ്ലേസ് ഹോൾഡർ ഇടാം. പ്ലേസ് ഹോൾഡർ, എൻ്റർ നെയിം. നമുക്ക് എന്നിട്ട് ഒരു വട്ടം വച്ചാലോ? ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര സമയം? 5:27. രാത്രി ഉറങ്ങാതെ 5:27 ഡെഡിക്കേഷൻ ആണ്. അതും ജലദോഷം ഉണ്ട്. അതെ, ജലദോഷം മതി. ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു സബ്മിറ്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട്. വന്നിട്ടുണ്ട്. നമുക്കപ്പോ ഈ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് താഴെ കാണിക്കണം. അതൊന്നും പോരാട്ടോ, അതൊക്കെ മാറ്റുക. താഴെ കാണിക്കാൻ വേണമെങ്കിൽ ഒരു തൽക്കാലത്തേക്ക് ഒരു പീറ്റാക്കി ഇടാം. അതിനകത്ത് നമ്മൾ ഡൈനാമിക് ആയിട്ട് എന്ത് കൊടുക്കും? അവിടെ നമ്മള് ആ വേരിയബിളിന്റെ പേര് കൊടുക്കും, നെയിം കൊടുക്കും. അത് എനിക്കറിയാം. ഒന്നുമില്ല. ഇനി എനിക്ക് വേണ്ടത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ഇവന്റില് ആ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്താൽ പ്രശ്നം തീരൂലേ? ഓൺ ക്ലിക്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ടാസ്ക് ആയിരിക്കും. കാരണം ഈ ഇൻപുട്ടിനകത്താണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ
ഇത് ബട്ടൺ ഓൺ ക്ലിക്കിൽ ഇൻപുട്ട് ചെയ്യുന്ന എലമെന്റ് എടുക്കാൻ പറ്റത്തില്ല. ആ അല്ലെങ്കിൽ പിന്നെ അതിനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഐ മീൻ ലൈക്ക് ഇൻപുട്ടിന്റെ ഓൺ ക്ലിക്കും ഓൺ ചേഞ്ചും ബട്ടൺ ഓൺ ക്ലിക്കും നമുക്ക് ബന്ധമില്ലല്ലോ. ഓ ഓക്കെ. ഇൻപുട്ടിനകത്ത് ഞാൻ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് എവിടെയെങ്കിലും എടുത്തു വെച്ചാൽ മാത്രമേ എനിക്ക് സബ്മിറ്റിൽ ശരിയാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇൻപുട്ടിൽ ഓൺ ചേഞ്ചിനകത്ത് കമ്പൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് വേണേലും സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് മാത്രം അത് കാണിച്ചാൽ മതി എന്ന് ലോജിക്ക് എഴുതാം. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അപ്പോൾ ഇൻപുട്ടിൽ ഓൺ ചേഞ്ചിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ മോഡിഫൈ ആവും. അപ്പൊ സ്പോട്ടിൽ താഴെ കാണും. അതെ. പിന്നെ എന്തിനാണ് സബ്മിറ്റ് ബട്ടൺ? നമ്മൾ ലോജിക്ക് എഴുതും. സബ്മിറ്റ് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാം. ഓൺ ചേഞ്ച് കമോൺ നമുക്കൊരു പാട്ട് ഇട്ടാലോ? അവർക്ക് ബോറടി. അവര് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാണ്ട് ഡെവലപ്പേഴ്സ് അല്ലേ. സെറ്റ് നെയിം ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. കഴിഞ്ഞില്ല ഇവിടെ എനിക്ക് കൺഫ്യൂഷൻസ്. ഓൺ ചേഞ്ച് ഓക്കെ, അതിന്റെ ചേഞ്ച് ഇവന്റ് ഈ കേർലി ബ്രേസ് ഇടുന്നത് ഓക്കെ. നമ്മളിപ്പോ റിയാക്ടിന്റെ HTML സാധനങ്ങളല്ലാത്ത റിയാക്ടിന്റെ എന്ത് ചെയ്താലും കേർലി ബ്രേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. ഇനി ഇതെന്താ സാധനം? ഈ ബ്രാക്കറ്റ് ഇട്ടാണ് ആരോ ഫംഗ്ഷൻ. നമുക്ക് നമ്മുടെ ഇതിനകത്ത് രണ്ട് തരത്തിൽ ഫംഗ്ഷൻ ആയിട്ട്, ഒന്ന് നമ്മുടെ സിമ്പിൾ ഫംഗ്ഷൻ, അതിന്റെ ഓൾഡ് മെത്തേഡ്. അത് ഓൾഡ് അല്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ എന്താ പറയുന്നത്? ഫംഗ്ഷൻ അപ്ഡേറ്റ്. എന്നിട്ട് ഒരു ബ്രാക്ക് പാരാമീറ്റർ ഇങ്ങനെ ഇടാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറയുന്നത് വേറൊരു മെത്തേഡ്. ഈ ആരോ ഫംഗ്ഷന് പകരം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ? പറ്റും. ഇത് ഇച്ചിരി കൂടെ കോൺസൈസ് സിമ്പിൾ ആയിട്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആരോ ഫംഗ്ഷൻ. ഇവിടെ ഒരു സാധനം വിട്ടുപോയി. ഓക്കെ. ഇവിടെ ഒരു സാധനം കൂടെ വിട്ടുപോയി. ഇല്ല ഇപ്പൊ എറർ പോയി. പോയതുകൊണ്ട് സെറ്റാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഇത് തന്നെ പറയാം, എന്നിട്ട് ഇതിനെ നമുക്ക് സാധാ ഫംഗ്ഷൻ ഒന്ന് ആക്കി നോക്കണം. കാരണം ഇത് മിക്ക ഒരാൾക്ക് അറിയില്ല. അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജസ്റ്റ് വേരിയബിൾ പോലെ ഈ മാറ്റി വേറെ എന്തെങ്കിലും കൊടുത്തൂടെ? കൊടുക്കാം. അത് ജസ്റ്റ് ഒരു ഈവന്റ് നമ്മൾ ബൈ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഓരോ ആചാരങ്ങളാകുമ്പോഴത്തേക്ക് ഈ ലൂപ്പ് നെയ്യൊക്കെ ഇടത്തില്ലേ, കയ്യിലിടാം. ഓക്കെ. ഈ തന്നെ ആക്കിക്കോ, അത് ആചാരങ്ങൾ തെറ്റിക്കണ്ട. എന്നിട്ട് സെറ്റ് നെയിമിനെ നമ്മൾ വിളിച്ച്, അതൊരു ഫംഗ്ഷൻ അല്ലേ സെറ്റ് നെയിം? സെറ്റ് നെയിം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ചെയ്ത് എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ഡാറ്റാസാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിൾ നെയിം, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ സെറ്റ് നെയിമിൽ ഞാൻ എന്ത് കൊടുത്തോ അതായി മാറും എന്ത്? ഈ നെയിമിൻ്റെ വാല്യൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് ബിഹേവിയർ. അപ്പോൾ സെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ വിളിച്ച് അവിടെ ഞാൻ എന്ത് ചെയ്ത് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് കൊടുത്ത്. അതെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന് പകരം ഞാൻ ഈ ഡോട്ടൊന്നും അല്ലാതെ ഞാനിപ്പോൾ വെറുതെ ആയി കൊടുത്താൽ എന്താ സംഭവിക്കുക? എപ്പോഴും ആയെന്നെ വരും. ഓ, അതിന് ഓൺ ചേഞ്ച് വന്നപ്പോൾ മാത്രമല്ല ഡാറ്റ വന്ന് ഹായ് വന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതിനൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ ക്ലിക്കിൽ എന്റെ നേരത്തെ കോഡാക്കി വെക്കാം. ഇത് റിഫ്രഷ് ചെയ്താലേ മാറുള്ളൂ. ഹായ്. ഓക്കെ. അപ്പോൾ അത് ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ സംഭവം. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുമോ? ഒരു നെയിം, ഒരു ഏജ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് വേരിയബിൾ കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ഡിഫോൾട്ടായിട്ട് എനിക്കൊരു 10 കൊടുക്കുക ഏജ്. ഓക്കെ. നമ്പേഴ്സ് ഇടാൻ കേട്ടാ 10. നീ ഒരു ഇൻപുട്ട് കൊടുക്കുക ഏജിന്. എന്നിട്ട് എനിക്ക് ഞാനൊരു 10 വർഷം കഴിഞ്ഞ് എനിക്ക് എത്ര ഏജ് ആവുന്നുള്ളത് കാണിക്കണം. അത് എഴുതും ചെയ്യണേ. ആഫ്റ്റർ 10 years എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വിടമാട്ടെ.
ഇതൊക്കെയാണോ ഈ വിടമാറ്റ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്? ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓ മൈ ഗാഡ്. എന്ത് ഏജ് സെറ്റല്ലേ? 2 ബട്ടൺ 2 സ്റ്റേറ്റ് വേരിയബിൾ. പക്ഷെ ഇവിടെ ഏജ് കാണിക്കണല്ലോ. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏജ് ആഫ്റ്റർ 10 ഇത്രയെന്ന് പറയുമ്പോൾ ഇത് അത്രയല്ലേ ഉള്ളൂ. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് നെയിമും ഏജ് ആഫ്റ്ററും കണ്ടാൽ മതി. അത് മാത്രം കണ്ടാൽ മതി. രണ്ടും സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേ കാണാൻ പാടുള്ളൂ. ഇപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തോന്ന് അറിയാൻ ഈ വേറൊരു സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട്. ഇതിപ്പോൾ ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യാനായിരുന്നെങ്കിൽ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആണെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതിയോ? ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ബാക്ക് എൻഡിലേക്കൊക്കെ ഡാറ്റ അയക്കാനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷനുള്ളിൽ ഈ സ്റ്റേറ്റ് വേരിയബിളിലെ ഡാറ്റ എടുത്ത് അങ്ങോട്ട് അയച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ അടുത്ത് എന്തായിരിക്കും അവസ്ഥ നമുക്ക് കൊടുത്തു നോക്കാം. എന്താ സൗണ്ട്? ഡോൾബി ഓഡിയോ ആണല്ലോ എൻ്റെ മൂക്കുന്ന. പോടോ വിശപ്പായി. സബ്മിറ്റ് ആൻഡ് ഇവിടെ എന്തിനാ പാരാലിസിസ്? അതൊന്നും അറിയില്ല എന്തിനാ പാരാലിസിസ്. ഇതിനാണ് പെട്ട് നമ്മൾ റിപ്പീറ്റ് ആയി കഴിഞ്ഞു ആദ്യം. സാധനങ്ങൾ എന്നിട്ട് സൂക്ഷിച്ച് നോക്കോ. പ്രാർത്ഥിക്ക്. വർക്കാവരുതേ, വർക്കായില്ല. പൊട്ടി നമ്മൾ കൺസോളിൽ നോക്കും. Too many vendors. റിയാക്ട് ദൈവങ്ങളെ വിളിക്കാൻ രാവിലെ എനിക്ക് ഉറക്കം തരാതെ ഇയാള് പണിയെടുപ്പിക്കല്ലേ, എന്ത് ചെയ്യാനാന്ന് പറ. അശ്വിന് കുടുങ്ങി. കുടുങ്ങ മട്ടെ. ഓ അവിടെ നമ്മൾ അത് കിട്ടിയില്ല അല്ലേ? എന്താണ് പറ്റിയ പറ. നമ്മളവിടെ ഫംഗ്ഷന് വ്യത്യാസം എന്താണ്? എന്ത് വ്യത്യാസം അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഓൺ ക്ലിക്കിൽ നമ്മളെപ്പോഴും ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യാണ് ചെയ്യേണ്ടത്, ഫംഗ്ഷനെ പാസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫംഗ്ഷനെ ഓൺ ക്ലിക്ക് ഇവന്റ് വിളിക്കുകയാണ് ചെയ്യുക, ആ ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുക. ഇവിടെ ഞാൻ എന്ത് ചെയ്ത് ആരോ ഫംഗ്ഷനെ പാസ് ചെയ്ത്. നേരത്തെ നമ്മൾ ആരോ ഫംഗ്ഷനെ പാസ് ചെയ്തില്ല, അതിനെ ഒരു എനിക്ക് ചെയ്യേണ്ട ഒരു ആക്ഷനാണ് അവിടെ കൊടുത്തത് അല്ലേ? ഇതൊരു എനിക്ക് ചെയ്യേണ്ട ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ആക്ഷനാണ്. അതെ. അപ്പൊ അതിന് പകരം ഫംഗ്ഷൻ ആയിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ ഫംഗ്ഷൻ ആവണമെന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എന്തായിരുന്നു ഇതിന്റെ പേര്? നമ്മുടെ സെറ്റ് സബ്മിറ്റ് ഇങ്ങനെ കൊടുക്കാവോ? സബ്മിറ്റ് കൊടുക്കാതൊരു ഫംഗ്ഷൻ ആണല്ലോ. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച സാധനം വർക്കാവില്ല. ഇങ്ങനെ കൊടുത്താൽ ഓക്കെ ആണ്. നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ റിയാക്ട് പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഡാറ്റ അവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, സെറ്റ് സബ്മിറ്റ് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എപ്പോഴും ഓൺ ക്ലിക്കിലോട്ട് കൊടുക്കേണ്ടത്. അതെ, യെസ്. അതപ്പോ ഫംഗ്ഷൻ ലൈക്ക് അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നേരത്തെ കാണിച്ച പോലെ ജസ്റ്റ് സെറ്റ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. പക്ഷെ ഒരിക്കലും അവിടെ സെറ്റ് സബ്മിറ്റ് ബ്രാക്കറ്റ് മാത്രമായിട്ട് കൊടുക്കുക. അങ്ങനെ ആക്കുകയാണെങ്കിൽ അതിനൊരു ഫംഗ്ഷനകത്ത് ഇട്ട് മാത്രം ട്രിഗർ ചെയ്യണം. അല്ലെങ്കിൽ റിയാക്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു സാധനത്തിനെ കയറി വിളിക്കും. അപ്പൊ ഞാൻ ആരോ ഫംഗ്ഷൻ ഇട്ടില്ലെങ്കിൽ ഫസ്റ്റ് ലോഡിൽ സെറ്റ് സബ്മിറ്റ് ഇട്ടു പോവാം. അപ്പൊ ഈ സെറ്റ് സബ്മിറ്റ് ഉള്ള നമ്മുടെ റിയാക്ടിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു സ്റ്റേറ്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ആ വേരിയബിളിന്റെ കോഡിനകത്ത് ഒരിടത്ത് റെഫറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് പേജ് റീഫ്രഷ് ആവാതെ തന്നെ ഇത് റീറണ്ടർ ആവും. അപ്പോ ഞാൻ ഇവിടെ സെറ്റ് സബ്മിറ്റ് ട്രൂ ഒന്ന് ആരോ ഫംഗ്ഷൻ ഇല്ലാതെ ഇടുന്നെങ്കിൽ ഇത് സ്റ്റേറ്റ് വേരിയബിളിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ്. ആ സ്റ്റേറ്റ് വേരിയബിൾ യൂസ് ചെയ്ത ഭാഗം മൊത്തം ഓട്ടോ റീറണ്ടർ ആവും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഇൻഫിനിറ്റ് റീറണ്ടർ അതാണ് നേരത്തെ ഇവിടെ കണ്ടത്. ഇതേണ്ട അതാണ്ട റിയാക്ട് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് റീറണ്ടേഴ്സ് ടു പ്രിവെന്റ് ഇൻഫിനിറ്റ്. അതാണ് പറ്റിയത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന് ആരോ ഫംഗ്ഷൻ ആക്കി ഇട്ടപ്പോൾ ഫസ്റ്റ് ടൈം അത് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. ഓൺ ക്ലിക്കിൽ മാത്രമേ അതിനകത്ത് കയറി സംഭവം എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് എറർ ഇല്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിലേ ഇതിനെങ്ങനെ ചെയ്തൂടെ? അതായത്
അപ്പോൾ ഈ അപ്ഡേറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് അപ്ഡേറ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് പറ്റും. എന്നുള്ളത് ഇവിടെ കൊടുത്തു. അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ. അപ്പോൾ ഒന്ന് എത്ര വയസ്സ്? 65 വയസ്സ് അല്ല, വേണ്ട 40 സത്യമുള്ള വയസ്സ് 34 വയസ്സുള്ള താടിയൊക്കെ നിരപ്പിക്കേണ്ടി വരുമല്ലോ ഇനിയിപ്പോ. അല്ല കറക്റ്റ് ഇപ്പൊ എഴുതിയ പ്രായം കറക്റ്റ് അല്ലേ ചെയ്യും? ഓ വളരെയധികം. അസിസ്റ്റന്റ് ഡയറക്ടർ സംശയം ഉണ്ടോ? 34 വയസ്സാണ് ചെയ്ത് നരച്ച മുടി. ശരിയല്ലേ? യെസ്. അപ്പൊ അതാണ് പേര്. നമുക്ക് ഒരു കാര്യം കൊണ്ട് ഇതേപോലെ എനിക്കൊരു വലിയ മുട്ടൻ ഫോണുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാൻ വരുന്നത് ഈ ഓരോ ഇൻപുട്ട് 50 അല്ലെങ്കിൽ 10-20 ഫീൽഡിലുള്ള ഒരു ഫോമില് ഈ ഓരോ വേരിയബിൾ എഴുതുമെന്നാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നിരുന്നത്. റിയാക്ടിനെ പ്രൊഡിക്റ്റ് ചെയ്ത് യു ആർ ഇംപ്രൂവിങ്. ഇതാണ് ഏതിന്റെ വൃത്തിട്ട് പച്ചക്ക് പറഞ്ഞു. മാർക്കറ്റിംഗ് ആണല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ജേസൺ കൊടുക്കണ്ട, വേണ്ട, വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, തൽക്കാലം ഒന്നും വേണ്ട. അവിടെ ഒരു റിയാക്ടിന്റെ നമുക്ക് കുറച്ച് ഞാൻ കാണിച്ചു. നമുക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാൻ ഇവിടെ സ്ട്രിങ് കൊടുത്ത് എനിക്ക് അതിനെ സെറ്റിന്റെ ഉള്ളില് ഇന്റീജർ കൊടുത്താൽ ആക്കാൻ പറ്റും. ഡേറ്റ ടൈപ്പ് ഇല്ലല്ലോ പാവം. ടൈപ്പ്സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിലോ പണി കിട്ടിയത്. ജാവാസ്ക്രിപ്റ്റിന് സ്ട്രിങ് എന്ത്, ഡേറ്റ എന്താ, എന്ത് കൊടുത്താലും ഇനിയിപ്പോ അൺഡിഫൈൻഡ് വന്നാലും അത് എടുത്തോണ്ട് പ്രൊഡക്ഷനിലിട്ട് സാധനം പൊട്ടിക്കും. നമുക്ക് കുറച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കാൻ. നെയിം ഒന്നുമില്ല, വേജ് ഒന്നുമില്ല, 0 കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. സബ്മിറ്റ് ഫോൾസ്. ഇനീഷ്യലൈസ് ചെയ്തതിലൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അത് ആവശ്യമില്ല, ഞാൻ കാണിച്ചുതരാം. ഇത്രയുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് നെയിമിന് പകരം ഇവിടെ അവിടെ അത് കൊടുക്കുമ്പോൾ ഇനീഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരും. ഇവിടെ ഞാനിപ്പോ സെറ്റ് യൂസർ ഡേറ്റ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഉറക്കം വന്നിട്ട് അങ്ങനെ ഇതിപ്പോ നല്ല പാണിയാണ്. ആക്രാന്തം കളിക്കുന്നു. എന്തുകൊണ്ട് അടിച്ച് അവിടെ ജേസൺ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെയാണ്. ഇതിപ്പോ ഞാനാണോ റിയാക്ട് ഡെവലപ്പർ അതോ താനാണോ? അല്ല, അതെനിക്കും തെറ്റി. നെയിമിന് കണ്ട മാറിക്കേ. ഞാൻ കൂടെ ഇല്ല, ഞാൻ തരൂല. താൻ പോടും. നിങ്ങൾക്ക് മൊത്തം ആക്കി നോക്കാം. സെറ്റ് യൂസർ ഡേറ്റ അയ്യോ പൊട്ടി നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതല്ല, ഈ ഡോട്ട് ടാർഗറ്റ് വാല്യൂ മാത്രം മാറ്റിട്ട് ആ സാധനം പേസ്റ്റ് ചെയ്യും. ഈ ഡോട്ട് ടാർഗറ്റ് വാല്യൂ മാത്രം മാറ്റി. അല്ലല്ല, സെറ്റ് യൂസർ നമ്മുടെ നേരത്തെ ഫുള്ള് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താണ് നേരത്തെ പ്രശ്നമായത്. ഇയാള് കോപ്പി ചെയ്യണത് ശരിയല്ലേ? പൊട്ടിയ വീണ്ടും പൊട്ടി. ഞാൻ കൺട്രോൾ എടുത്ത് കൺട്രോൾ സി അടിച്ചിട്ടു. അങ്ങനെ സെറ്റ്. നമുക്കിവിടെ എന്താക്കണം? ഏജ് ആക്കണം. ഇനി ഇവിടെ എന്താക്കണം? കുറെ നേരമായിട്ട് അത് തുടങ്ങിയിട്ട് ഇതൊന്നും തീരോ സ്റ്റേറ്റ് വേരിയബിൾ ഒന്നും ഇയാൾക്ക് കൺട്രോൾ സി ഇത്രയും കാലമായിട്ട് അറിയില്ല അല്ലേ? താനല്ലേടോ മറ്റേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ടൈപ്പിങ്ങിന് റെക്കോർഡ് കിട്ടിയാല്? അത് ഞാൻ ഉച്ചക്ക്, ഇതിന്ന് ഞാൻ രാവിലെ സബ്മിറ്റ്. അശ്വിനെ കൂടുതൽ അറിയണേ ഉള്ളൂ. ടൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ കലാവിരുദ്ധാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അശ്വിന്റെ അസോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറക്കുകയല്ലേ? എടുത്തില്ല ഗൈസ്.
പക്ഷെ അസൂസ് ഇവിടെ കയറ്റില്ല, ഞങ്ങള് സമ്മതിച്ചില്ല. എനിക്ക് 20 വയസ്സ്, എൻ്റെ ജൂനിയറാ. പൊട്ടി പൊട്ടി. ഇത് മുട്ടൻ എററാണ് ഇയാളുടെ ഫങ്ഷൻ. 19ാമത്തെ ലൈനിൽ എററടിച്ച്. ഓപ്പറേറ്റ് ഇട്ടൊരു പണിയായെന്നാ തോന്നുന്നത്. സ്പ്രെഡ് ഓപ്പറേറ്റർ ഇടണോ അല്ല ജേസൺ ഇടണോ, അല്ലാതെ എങ്ങനെയാ പിന്നെ എങ്ങനെ ഇപ്പൊ എററടിച്ചേ? എടോ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാ? ഉണ്ടല്ലേ. ജിബിരിച്ച് വെക്കാം. സിൻടാക്സ് മറക്കുന്നത് സ്വാഭാവികമല്ല. അല്ല ചോദിച്ച് കണ്ടുപിടിച്ച് വാ. ഇതിപ്പോ കിട്ടും സിമ്പിൾ സാധനം. ഈ പറഞ്ഞ സാധനം അല്ല അയാൾ തന്നത്, എന്നെ പറ്റിച്ചടാ. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ രൂപം ശരിയാണെങ്കിൽ എല്ലാതും അങ്ങനെ കൊടുക്കാം അല്ലേ? ഇത് സിംഗിൾ ഡബിൾ കോട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? കൊടുത്തു നോക്ക്, സംശയമില്ല. അതല്ല ബ്രാക്കറ്റ് വേണമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇത് സ്വാഭാവികമാണ് ഞങ്ങൾ കോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നാച്ചുറലാക്കിയതാണ് ഇതൊക്കെ. ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് വന്നില്ല. അല്ല ഞാൻ സബ്മിറ്റ് കൊടുത്തില്ല. പൊട്ടി. ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഐറ്ററേറ്റബിൾ എന്നാണ് കാണിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഐറ്ററേറ്റബിൾ. സ്പ്രെഡ് ഓപ്പറേറ്റർ അങ്ങനെ കൊടുക്കുക. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. എൻ്റെ സ്പ്രെഡ് ഓപ്പറേറ്റർ അങ്ങനെ ആയിരുന്നു. അത് മാക് അതിന്റെ പ്രശ്നമാണ്. അസൂസ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞേനെ ഈ കോഡൊക്കെ വർക്കായത്. സ്പ്രെഡ് ഓപ്പറേറ്റർ വേണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാടോ? അതൊന്നും ശരിയാവില്ല. ഇയാള് ഈ ഉദ്ദേശിച്ച സാധനമല്ല ഞാൻ പറയുമ്പോ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കിയേ. അതൊന്നും വേണ്ട, ഇതൊക്കെ നാച്ചുറൽ ആയിരിക്കും. അതാ കോമയായിരുന്നൊരു അവിടെ നമ്മൾ ഇട്ട കേളിയുടെ സ്ഥലം മാറി. അല്ല യെസ്, അതായത് പുറത്താണ് ഇടേണ്ടത് അല്ലേ? സ്പ്രെഡിന്റെ അപ്പുറം. അതാ കേളി വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി അത് അതിന്റെ ഉള്ളിലേക്കാണ് അതിനെ തിരിച്ച് സ്പ്രെഡ് ചെയ്താക്കുക. സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ വർക്ക് അതെന്റെ ബ്രാക്കറ്റിന്റെ എണ്ണവും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാ. ഇതിപ്പോ ഏതാ സ്ഥലം? ആ റൗണ്ടിന്റെ ഉള്ളിൽ ഒരു കേളി ഇടുക. ഓക്കെ, അത് ബാക്കിലോട്ടാക്ക്. ഇത് കളഞ്ഞാ മതി. ഓക്കെ, മറ്റെടുത്ത് വാങ്ങോ. യെസ്, ഇനി നോക്ക്, ഇനി വർക്കാവും. പ്രാർത്ഥിച്ചു ഇതിപ്പോ പറഞ്ഞാലും പറ്റും. പക്ഷെ ഇത് അവിടെ വരൂലല്ലോ. വരൂല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏതാണ്? യൂസർ ഡാറ്റയാണ്. ഇവിടെ യൂസർ ഡാറ്റ എടുത്താലല്ലേ എടോ കിട്ടുള്ളൂ. എടോ നെയിമും ആരാ മാറ്റുക? ഡോട്ട് ഇത് വർക്കാവും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തരാം. അതായത് നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? 3 വേരിയബിൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കി നമ്മൾ എന്നിട്ട് ഒറ്റ വേരിയബിൾ ആക്കി. ഒറ്റ വേരിയബിളിനുള്ളിൽ എന്താ ചെയ്ത് ജേസൺ ആയിട്ട് സ്ട്രക്ചർ ചെയ്തത്. അതായത് ഒരു കീ വാല്യൂ പോലെ നെയിം, ഏജ്, സബ്മിറ്റ്, പിന്നെ എന്തൊക്കെയാണ്. അപ്പോൾ
നമുക്ക് ഡൈനാമിക് ആയിട്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഇതിനിപ്പോ ഒരു API അയക്കണമെങ്കിൽ എനിക്ക് 3 എണ്ണം അയക്കേണ്ട ഒറ്റൊന്നും അയച്ചാൽ മതി. നമുക്ക് അങ്ങോട്ട് അയക്കേണ്ട API അറിയാത്തവരൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? മറ്റേ സ്പ്രെഡ് ഓപ്പറേറ്റർ. അപ്പോൾ ആ സ്പ്രെഡ് ഓപ്പറേറ്റർ ഇടുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ആ ഡിക്ഷണറി, അതായത് സ്റ്റേറ്റ് വേരിയബിൾ എന്താണ് നോക്കുന്നത് അതാണ് അവിടെ പോയി റീപ്ലേസ് ആവുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഡാറ്റനെ പ്രിസർവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വരിക? നെയിം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഡോട്ട് യൂസർ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ യൂസർ ഡാറ്റയിലുള്ള മൊത്തം ഇതിനെ അതിനൊരു കറക്റ്റൊരു പേരുണ്ട്, ആ ടെർമിനോളജി ഞാൻ മറന്നത്. അതുള്ള മൊത്തം ഡാറ്റനെ അവിടെ ഡീസ്ട്രക്ചർ അത് തന്നെ, യെസ്, ഡീസ്ട്രക്ചർ ചെയ്തിട്ട് അവിടെ ഇടും. എന്നിട്ട് ഈ ഏജ് ടാർഗറ്റ് വാല്യൂ അല്ലെങ്കിൽ നെയിം ടാർഗറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി നെയിമും ഏജും ആ ഡീസ്ട്രക്ചറിൽ വരും, പക്ഷേ അതിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിത് ജേസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സെയിം കീയിൽ വീണ്ടും ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ എന്നൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ? അതോ വർക്കായി? ക്യാമറയുടെ ബാറ്ററി തീർന്നിട്ട് നോക്കുന്നല്ലേ? ലാപ്ടോപ്പിന്റെ ബാറ്ററി അല്ലല്ലോ തീർന്നത്, ക്യാമറന്റെ ബാറ്ററി അല്ലേ? വർക്കിംഗ് ആണ്, പക്ഷെ എനിക്ക് ഇത്ര പ്രായമില്ല, അതുകൊണ്ട് നമുക്ക് 20 ഇടാം. ഓ പേടിപ്പിച്ചു പൂടോ ഈ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കാര്യം. റെക്കോർഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, ആ സെറ്റ്, യെസ്, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സ്റ്റേറ്റിൽ? കോൺസ്റ്റ് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് വേരിയബിളിൽ കോൺസ്റ്റ് കൊടുത്തതെന്ന് കുറേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കോൺസ്റ്റന്റ് പറഞ്ഞതാണ്. എന്താണ് കോൺസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ? മാറത്തില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ് വേരിയബിളിൽ കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അപ്പോൾ സ്റ്റേറ്റ് വേരിയബിൾ മാറണേ എന്നുള്ളതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ A=2. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞ സംഭവം മെമ്മറിയിൽ ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സാണ് Aയിൽ എപ്പോഴും സ്റ്റോർ ചെയ്യുക. A=3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേറെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എന്താ Aൻ്റെ വാല്യൂവിൽ ഈ അഡ്രസ്സ് മാറുന്നുണ്ട്. കോൺസ്റ്റ് ആണെങ്കിൽ അത് സമ്മതിക്കൂല, അഡ്രസ്സ് മാറാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റ് അല്ലാത്ത എന്തെങ്കിലും ആണെങ്കിലാണ് സമ്മതിക്കും. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ വെറുതെ കോൺസ്റ്റ് A=2 A=3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ അടിക്കും, സമ്മതിക്കൂല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ A= അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് വേരിയബിളിന് ഒരു പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സും ഒബ്ജക്റ്റൊക്കെ വെച്ച് ചെയ്തവർക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലെ ഡാറ്റ നമുക്ക് മാറുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ മെയിൻ റെഫറൻസിൽ നിന്ന് മാറില്ല, അതേപോലെയാണ് ഇവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് വേരിയബിളിൽ ആ എന്താ പറയുക പെർട്ടിക്കുലർ ഭാഗത്തുള്ള ഒന്നെങ്കിൽ അവിടുന്ന് വേറെ റെഫറൻസ് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ ആ ഡാറ്റ അവിടെയാണ് മോഡിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഈ പ്രൈമറി റെഫറൻസ് മാറൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസർ ഡാറ്റ =ടു എന്ന് പറഞ്ഞ ഡാറ്റനെ മാറ്റാത്തത്. കോൺസ്റ്റിനെ പറഞ്ഞു പറ്റിക്കുകയാണല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺസ്റ്റിനെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ യൂസർ ഡാറ്റ =ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയ ബ്രീഫ്. ഇതൊരു കുറച്ചൊരു കോർ ഈ ഡാറ്റ സേവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നോക്കി ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാനാണോ? അപ്പോൾ സ്റ്റേറ്റ് വേരിയബിളിനെ വേറെ ഫയലിലോട്ട് പാസ് ചെയ്യുന്നത് പിന്നെ നോക്കാം, അല്ലെങ്കിൽ അത് പിന്നെ നോക്കാം. എളുപ്പമാണ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം ശരിക്കും വൃത്തികെട്ട സ്വഭാവമുണ്ട്. നമ്മള് ഞാൻ പല ഇപ്പോഴേക്ക് മറ്റേ സെൻറ്റർ ഡിവ എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്ഷ്യൽ ട്രോളില്ലേ, എത്ര പ്രോ ആയാലും ഡിവൈസ് ഉണ്ട്, അതുപോലെ രീതിയിൽ പ്രശ്നമുണ്ട്. നമ്മൾ API എന്നല്ല എവിടെ നിന്നാണെങ്കിലും ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആക്കിയെന്ന് വെച്ചോ, ഇത് ഞാൻ ഡിസ്പ്ലേ നോക്കിയപ്പോൾ ചിലപ്പോൾ ആ റെൻഡറിൽ അത് വരത്തില്ല, അടുത്ത റെൻഡറിലേ വരത്തുള്ളൂ. അതെന്താ അങ്ങനെ? ചോദ്യമാണ്. അതിന് ഉത്തരം എന്ന് പറയുന്നത് ചില നേരത്ത് ഈ ലൈക്ക് അത് ആ ഒരു റെൻഡറിൽ ചിലപ്പോൾ ആ വേരിയബിൾ അപ്ഡേറ്റ് ഉണ്ടാകും, പക്ഷേ ആ ഒരു ഡോം അപ്ഡേഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ വേരിയബിളിനെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ടെമ്പററി വേരിയബിൾ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യുമ്പോൾ സാധനം വർക്കാവും. അതെന്തായാലും ഒരു ഉറപ്പാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആൻഡ് ഇതെന്താണ് ടെർണറി ഓപ്പറേറ്റർ? അല്ലല്ലോ, ഓ സോറി മാറിപ്പോയി, ടെർണറി ഓപ്പറേറ്റർ അല്ല. ഇല്ലല്ലോ, ഇല്ല. ഇവിടെ ആദ്യം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സബ്മിറ്റ് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അകത്തോട്ട് കയറിയാൽ മതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഇഫിൽ ആൻഡ് അല്ലേ ഇത്? അതെ, ആ സെയിം ആൻഡ് തന്നെയാണ്. രണ്ടാമതെന്ന് പറയുന്നത് ബാക്ടിക്സ് ആണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. നമുക്ക് ഡൈനാമിക്കലി എന്തെങ്കിലും സാധനങ്ങൾ ഇൻജക്ട് ചെയ്യണം, വേരിയബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേറെ ടാഗ് ഇടാൻ പറ്റൂല, ഇടാൻ പറ്റൂല. എങ്ങനെ? അല്ലെങ്കിൽ സ്പാൻ ടാഗ് എന്തെങ്കിലും ടാഗ് അത് സ്ട്രിംഗ് ആയിട്ട് എടുത്തോണ്ടു. അല്ല, എനിക്ക് ഈ സ്ട്രിങ്ങിന് പകരം അങ്ങനെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലായില്ല? ഈ ആൻഡിന് ശേഷം അതൊന്ന് ചെയ്തേ. ഓ ഇങ്ങനെ, അത് സ്പാൻ ടാഗ് ഇട്ടല്ലോ. സ്പാനിന്റെ ഉള്ളിലെല്ലാം വരരുത്, 2 സ്പാൻ ഇടണം അല്ലെങ്കിൽ 3 സ്പാൻ ഇടണം. എങ്ങനെ? ഒരു സ്പാനില് നെയിം,
ഒരു സ്പാനിൽ നെയിം ഇട്. ഒരു നെയിം ഇതെന്താ ഒരു ബാഡ് സാധനം ഉണ്ട്, അത് കളഞ്ഞു പോയി. ഇവിടെ ഈ സാധനം എന്താ? അതിപ്പുറത്ത്. ഇനി അടുത്ത സ്പാനിൽ ഏജ് ഇടുക. റെഡ്. ഒറ്റ പാരന്റ് അറ്റത്തുള്ളൂ. നമ്മളന്ന് നേരത്തെ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചില്ലേ സാധനം എന്തിനാ ഇടുന്നതെന്ന്, അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. നമ്മൾ ഈ ഇതിട്ട് കൊടുത്താൽ മതി. അതെ, അതിനൊരു ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഇത് ഒറ്റൊരു സാധനമാവും. അതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ, അല്ലാതെ അറിയാത്തോണ്ടല്ലേ. മനസ്സിലായി, എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ റൺ ചെയ്ത് നോക്ക്, വർക്കാവോ നോക്കാം. വർക്കായാൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്തോ അത് അവിടെ അതിന്റെ ഇടയിൽ കൊണ്ടുപോയി മറ്റേ സാധനങ്ങളൊക്കെ എഴുതിയോണ്ടാ തൽക്കാലത്തേക്ക് ആ ബാക്ടീരിയന്റെ സാധനങ്ങൾ ഒഴിവാക്കിയ അത് പകുതിയേ ഉള്ളൂ, അതിന്റെ ഫുള്ളൊന്നും ഇല്ല. ആ ഒരു ബാക്ടീരിയ ഉണ്ടോ ഇവിടെ ഒക്കെ എടുത്തിട്ട് ആ കലങ്കോലാക്കി വൃത്തിയേടാക്കിയ സാധനത്തിന്. അത് ആദ്യത്തേത് മറ്റേതാ സ്പാൻ ടാഗ് വന്നതാ. ഓക്കെ, അപ്പോൾ ഈ ഇതിടുന്നത് നമ്മളെന്താണ് ഒരു കുറേ ടാക്സിന് ഒറ്റ ബ്ലോക്ക് ആക്കാൻ വേണ്ടി. നമ്മളപ്പോ ഡിവ് ഇടുന്ന പോലെയാണ് ഈ സാധനം. ഏകദേശം ഡിവ് ഇടുന്ന പോലെ വേണമെങ്കിൽ സ്ട്രിംഗ് മാനിപ്പുലേഷന് വേണ്ടി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് വേരിയബിളിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ് അല്ലേ. സ്റ്റേറ്റ് വേരിയബിളിന്റെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സാമാന്യം നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യേണ്ട കൗണ്ടർ ആപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഇത്രയും നോളജ് ധാരാളമാണ്. അപ്പൊ അതിലും കൂടുതൽ കുറച്ചുകൂടി നോളജ് ഉണ്ട്. നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്ററും ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ജേസണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഫോം സബ്മിഷൻ പോലത്തെ സംഭവം ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പ്രൊജക്ട്സ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചലഞ്ച് കൊടുക്കാം? നമുക്കിപ്പോ എന്താണ് ഇത്ര ഒരു ഫോം ഇതൊക്കെ അല്ലേ പഠിച്ചത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് വേണം? വിസിറ്റിംഗ് കാർഡ് വേണം. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ഫോം ഉണ്ടാക്കി അതിനെ ഇവിടെ പ്രിൻ്റ് ചെയ്ത് ഇതിന് പകരം ഈ പ്രിൻ്റ് ചെയ്യുന്ന ഡാറ്റനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾ HTML CSS പറയണവർ ഇത് കാണുള്ളൂ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ GPT അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് പഠിച്ചിട്ട് വരണം. ഓക്കെ, HTML CSS ഇവിടെ ക്ലാസ്സും ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ് അത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഈ സംഭവം അതിനൊരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഫോമിൽ അത്രയും ഫീൽഡ് ഇവിടെ ചോദിക്കുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡിലെ ഡാറ്റ വരണം. അത്ര മതി, വേറെ ഡൗൺലോഡോ പ്രിന്റോ ഒന്നും വേണ്ട. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഡിസ്പ്ലേ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഹാഷ്ടാഗ് വെച്ചിട്ട് നമ്മുടെ ഡിസ്കോഡിലെ വെബിൻ്റെ ചാനലിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 100 കർമ്മ കൊടുക്കുക അല്ലേ. 100 കർമ്മ പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ട്യൂട്ടോറിയൽ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ടൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കർമ്മ നമുക്ക് ഗെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ലേൺ ചെയ്യുക ആൻഡ് നമുക്ക് അതിനൊരു എന്താ പറയുക ഇൻസെൻറ്റീവും കൂടെ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൂടെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് അല്ലേ? സെറ്റാണ്. യെസ്. അപ്പോൾ ശരി, ബൈ.